പഠിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ മനസ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. മനസ്സാണ് സകല പ്രശ്നങ്ങളുടെയും കാരണമെന്ന് ആധുനിക മനഃശാസ്ത്രവും നമ്മളും പറയുന്നു എന്നുള്ളത് മനസ്സിലായി. മനസ്സിലെ ആഗ്രഹങ്ങളും ചിന്തകളുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, വൈജ്ഞാനിക വികലതകൾ എന്ന് ആധുനിക ശാസ്ത്രം വിളിക്കുന്ന, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള തെറാപ്പികളിൽ വിളിക്കുന്ന കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, വൈജ്ഞാനിക വികലതകൾ. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ സമൂഹവും കുടുംബവും ഒക്കെ ഉണ്ടാക്കി വച്ച് കൊടുക്കുന്നതാണ് എന്ന് ആധുനിക മനഃശാസ്ത്രവും പറയുന്നുണ്ട്. ഈ മനസ്സ് അങ്ങനെ രൂപം കൊള്ളുന്നതാണ്. അത് ആയിരക്കണക്കിന് പ്രോഗ്രാമുകൾ നിറഞ്ഞതാണ് എന്ന് ശാസ്ത്രവും പറയുന്നുണ്ട്, നമ്മളും പറയുന്നുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ സമൂഹവും കുടുംബവും ഒക്കെ ഉണ്ടാക്കി. ഇതെന്ത് ലൈവ് കയറി തന്നെ. യൂട്യൂബ് ലൈവ് വീണ്ടും കയറി വന്നു. അപ്പൊ ഇതിന് പരിഹാരം എന്ന് പറയുന്നത്, മനഃശാസ്ത്രം പറയുന്നത് മനസ്സിനെ ശാന്തമാക്കണം, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നിൽക്കണം, ഇല്ലെങ്കിൽ മയക്കുമരുന്നുകൾ കഴിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ തടയിടണം. ഈ 3 വഴികളാണ് മനഃശാസ്ത്രം പറയുന്നത്. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, നമ്മുടെ പരിഹാരം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യരെല്ലാവരും ശുദ്ധ പ്രകൃതിക്കാരായിട്ടാണ് വന്നത്. മനുഷ്യന് അവന് മുന്നോട്ട് പോകാനുള്ള അറിവുകൾക്കപ്പുറത്ത് ബാക്കി നേടിയതെല്ലാം, അവന്റെ സഹജാവബോധത്തിനപ്പുറത്ത് ബാക്കി എല്ലാവരും തന്നതെല്ലാം ആവശ്യമില്ലാത്ത ചപ്പും ചവറും ഒക്കെ ഉണ്ട് ഒരുപാട്. അതിനെ പൂർണ്ണമായും ഡിസോൾവ് ചെയ്ത് കളഞ്ഞാൽ, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ മനുഷ്യന് സമാധാനവും സ്വന്തം അസ്തിത്വത്തെയും തിരിച്ചറിയാൻ കഴിയും എന്നതാണ് നമ്മുടെ നിലപാട്. ഹ്യൂമൻ ടെക്നോളജിയുടെ നിലപാട് അതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഇല്ലാതാക്കുക? ചുമ്മാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സില്ലാതാവൂ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെ ഈ മനസ്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കാം. പൂർണ്ണമായും ഇല്ലാതാക്കൽ ഒരിക്കലും നടക്കില്ല, പക്ഷെ പൂർണ്ണമായും കുമ്പിടിയിക്കാൻ പറ്റും. എവിടെ? സമർപ്പിതമായ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം. മനസ്സ് ആധിപത്യം നേടുന്ന, അല്ലെങ്കിൽ മനസ്സ് ആധിപത്യം കൊണ്ടുപോയി നടക്കുന്ന, നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു സ്പിരിറ്റ് വേൾഡിലാണ് നിങ്ങളുള്ളത്. പൊതുമനസ്സ് എങ്ങനെയാണോ അതിന്റെ കൂടെ എല്ലാവരും നിൽക്കും, അല്ലേ? മാസായിട്ട് പറയുകയാണ്, എല്ലാവരും പറയുകയാണ് അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും അത് തെറ്റാണെന്ന് പറയും. അതാണ് പൊതുമനസ്സ്. അതിന് മനസാക്ഷിയില്ല. അപ്പോ ആദ്യം ആ പൊതു മനസ്സിനെ ഡിസോൾവ് ചെയ്യാൻ മനുഷ്യർക്ക് പറ്റില്ല. ആദ്യം ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള മനസ്സുകളെ ഡിസോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു പൊതു മനസ്സ് നന്നായി വരുള്ളൂ. ഇന്നത്തെ പൊതു മനസ്സ് നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ, സോഷ്യൽ മീഡിയ അതാണല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ പ്രചരണ മാർഗം, പ്രക്ഷേപണ മാർഗം. അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
കാരുണ്യത്തിനും സഹാനുഭൂതിക്കുമെല്ലാം അപ്പുറത്ത് എന്താണ്? എന്തിനാണ് ആളുകൾ കൂടുതൽ ഗോസിപ്പുകൾ, പരസ്പരമുള്ള വെല്ലുവിളികൾ, ഉം, പല കാരണങ്ങൾ കൊണ്ട് വിഭാഗീയത സൃഷ്ടിച്ച് പരസ്പരം വെല്ലുവിളിക്കൽ, അതിനിടയിൽ തന്നെ മനുഷ്യന്റെ പ്രശ്നം മാറ്റുന്നതിന് വേണ്ടിയിട്ട് 1000 ചെപ്പടി വിദ്യകൾ, മോട്ടിവേഷൻ മുതൽ തുടങ്ങി കുട്ടിച്ചാത്തൻ മുതൽ മന്ത്രവാദം മുതൽ സിഹിറ്, കൂടോത്രം, ഇല്ലാത്തതില്ല. ലോകം മുഴുവൻ ഉണ്ട് കേട്ടോ. ഇത് ഒരു രാജ്യത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഓൾ ഓവർ വേൾഡ് നിങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഇംഗ്ലീഷ് ചാനലുകൾ മുതൽ ഈ വിഭാഗീയത സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രം തുറന്നു വച്ച് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായി മാറേണ്ടത്. ഇവിടെയാണ് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ഈ ലോകത്ത് ഒരാൾ മാറിയാൽ, ജാതി മത വർഗ വർണ്ണഭേദമന്യേ ഒരാൾ മാറിയാൽ അതൊരു വലിയ മാറ്റമായിരിക്കും ലോകത്ത് കൊണ്ടുവരിക എന്ന സത്യം ആദ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. അവിടെ നിന്നാണ് നിങ്ങൾക്ക് മനസ്സില്ലാതാക്കുക എന്ന ആ ഒരു കർമ്മത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള എല്ലാത്തിനെയും നല്ലതായി കാണുവാനും, എല്ലാ ആത്മാക്കളും ഒരു ആത്മാവാണ്, ശരീരമല്ല, എൻ്റെ ഉള്ളിലെ തോന്നലുകളല്ല സത്യം എന്ന് മനസ്സിലാക്കി ആരെയും ദ്രോഹിക്കാതെ, ആരോടും അസൂയപ്പെടാതെ പോവാനുള്ള ഒരു അവയർനെസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അവബോധം വളരെ ശുദ്ധമാണെന്നും മനസ്സ് വഴി ഈ ശരീരത്തെ ലോകത്തിൻ്റെ മിഥ്യയുമായി ഈ ഭ്രമയുഗത്തിലേക്ക് മനുഷ്യനെ അറ്റാച്ച് ചെയ്ത് എല്ലാത്തിനോടും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ് പ്രശ്നങ്ങളുടെ മൂല കാരണം എന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലായിട്ടുണ്ടാവും. മിഥ്യയായൊരു ഭ്രമയുഗത്തിലാണ് ശരീരവും മനസ്സും അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗങ്ങളും സുഖവും വിശപ്പും എല്ലാം ഇതിൽ അടിസ്ഥാനമാക്കിയാണ്. എല്ലാം നിൽക്കുന്നത്. മുൻഗാമികളായ ചില ഈ ആത്മജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള, ഇത് ഹ്യൂമൻ ടെക്നോളജിയുടെ ബേസ് എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ്. ആത്മജ്ഞാനത്തെക്കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുള്ള ആളുകൾ, യോഗഹംസ പരമാനന്ദൻ അല്ല പരമഹംസ യോഗാനന്ദൻ അവരെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞ് വിശപ്പ് പോലും മിഥ്യയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശപ്പ് പോലും മിഥ്യയാണ്. ചെറുപ്പം മുതൽ പറഞ്ഞ് നീ വയറ് നിറച്ച് കഴിച്ചാൽ മാത്രമേ നിനക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു മനസ്സ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് വയറ് നിറച്ച് കഴിക്കുകയും വയറ് നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കഴുത്തിന്റെ ഇവിടം വരെ കഴിച്ചു കളയും. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചേക്കണത്. എന്നിട്ട്
ശാരീരിക പ്രശ്നങ്ങൾ, ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ. അപ്പൊ ചെറുപ്പം തൊട്ടേ അത് ആ രീതിയിലാണ് ഈ ലോകം. എല്ലാ രോഗങ്ങളുടെയും വിശപ്പിന്റെയും എല്ലാത്തിന്റെയും അടിസ്ഥാനം ഇതിൽ നിന്നാണ്. വയറ് നിറയെ കഴിച്ചാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാകൂ. ഇതെല്ലാം മിഥ്യയാണ്. വിശപ്പ് പോലും ഒരു മിഥ്യയാണ്. അതിനെക്കുറിച്ച് ഗാഢമായി പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജീവൻ അഥവാ ശരീരം, ജീവൻ എന്ന് പറഞ്ഞാൽ ശരീരമാണ്. ശരീരത്തിൽ ജീവൻ നിൽക്കുന്നിടത്തോളം കാലേ ശരീരം ഉണ്ടാവുള്ളൂ, അല്ലേ? അതിന്റെ നിഴലായിട്ട് മനസ്സ് നിലനിൽക്കുകയാണ്. നിഴലായി, ഒരു മറയായി. അത് ശരീരത്തിലേട്ട് അന്ന് നിലനിൽക്കുമ്പോൾ അത് ഒബ്ജക്റ്റീവായി മാറുകയാണ്. ഒരു വസ്തുവായി മാറുകയാണ്. ഒരു വലിയ മതിലായി മാറുകയാണ്. ശരീരത്തിലോട്ട് ചേർന്ന് നിലനിൽക്കുമ്പോൾ അത് വലിയൊരു മതിലായി മാറുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ സത്യത്തിലേക്കുമുള്ള ഇടയിലുള്ള ഒരു വലിയ മതിൽ. അതിനെയാണ് നമ്മൾ ഇന്നലെ ഡിവൈഡ് ആകുക, വിഭജിക്കുക എന്ന് പറഞ്ഞത്. സുഖം, ദുഃഖം, സന്തോഷം, ദുഃഖം, സുഖം, വേദന, വെറുപ്പ്, സ്നേഹം. ഇതെങ്ങനെയാണ് ഇത് രണ്ടായിട്ട്, ഇത് നമുക്ക് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ വച്ചാണ് വിഭജിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എവിടെയാണ് മനുഷ്യന്റെ ഉള്ളിൽ വിഭജനം ഉണ്ടാകുന്നത്? എവിടെയാണ് ഈ മനുഷ്യന്റെ ഉള്ളിൽ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം എപ്പോഴാണ്, എവിടെ വച്ചാണ് ഉണ്ടാകുന്നത്? ഇത് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും അവബോധത്തിലും ഈ വിഭജനം നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. ശരീരത്തിലുമുണ്ട്, മനസ്സിലുമുണ്ട്, അവബോധത്തിലും ഈ വിഭജനം നടക്കുന്നുണ്ട്. മിഥ്യയും സത്യവും തമ്മിലുള്ള വിഭജനം, രണ്ടാക്കിയുള്ള വിഭജനം. മനുഷ്യൻ ഒരിക്കലും ഇതിനെ വിഭജിച്ച് മനസ്സിലാക്കുന്നില്ല. അത് കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ആദ്യം ശരീരവേദന മാറാത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിന്റെയും അവബോധത്തിന്റെയും വിഭജനം മാറുമ്പോൾ മാത്രമേ അത് ശരീരത്തിലേക്ക് എഫക്റ്റ് ആവുകയുള്ളൂ. മനസ്സിന്റെയും അവബോധത്തിന്റെയും തലത്തിൽ ഒഴിവാക്കിയാൽ മാത്രമേ ശരീരത്തിലേക്ക് പതുക്കെ 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 അത് എഫക്റ്റ് ആവുകയുള്ളൂ. ആ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവര് പോലും അറിയാതെ ആ വിഭജനം ഇല്ലാതായി എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടായി വന്നിട്ട് ആണ് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി നിങ്ങൾ ബോധപൂർവം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും. മനസ്സിന്റെ തലത്തിൽ നിങ്ങൾ അത് ഒഴിവാക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മനസ്സില്ലാതാവുകയും അവബോധത്തിന്റെ തലത്തിൽ അത് ശക്തമാവുകയും, ഡിവൈഡ് ആൻഡ് റൂൾ നിങ്ങൾ ഒഴിവാക്കി, വിഭജിക്കുന്ന തന്ത്രം, മനസ്സിന്റെ തന്ത്രം നിങ്ങൾ ഒഴിവാക്കി, എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ആ സത്യത്തിലേക്ക്, ആ പരബ്രഹ്മത്തിലേക്ക്, അള്ളാഹുവിലേക്ക്, യഹോവയിലേക്ക്, എന്താണോ നിങ്ങൾ വിളിക്കുന്ന ആ ഒന്നിലേക്ക്, ആ ഈശ്വരനിലേക്ക്, ആ സത്യത്തിലേക്ക്, അത് മാത്രമാണ് സത്യം എന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. ഒന്ന് രക്ഷിതാവ് മാത്രമാണ് സത്യം. ഇതെങ്ങനെ സാധിക്കുമെന്നതാണ് ചോദ്യം. ഇതെങ്ങനെ സാധിക്കും ഈ വിഭജനം മാറ്റാൻ? ഒരൊറ്റ വഴി മാത്രമേ അതിനുള്ളൂ. ഒറ്റൊരു വഴിയേ ഉള്ളൂ അതിന്.
അത് പ്രാക്ടീസ് 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 ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റൂ. ആ ഒരൊറ്റ വഴി എന്ന് പറയുന്നത് നിരീക്ഷണമാണ്, സാക്ഷിയാവുക എന്നതാണ്. എന്താണോ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ നിരീശ്വരവാദികളെല്ലാം പറഞ്ഞത് ദൈവം അവിടെ വിധിക്കണു, ഇവിടെ വിധിക്കണു, അവിടെ കൊല്ലണു, ഇവിടെ അങ്ങനെയൊന്നുമല്ല. സത്യം അതല്ല. ദൈവം നിശബ്ദമായ ഒരു സാക്ഷിയാണ്. ദൈവം കോണ്ടാക്ട് ചെയ്യുന്നത് അത്തരം സാക്ഷികളോട് മാത്രമാണ്. പൂർണ്ണമായ ഒരു സാക്ഷിയായി മാറുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ദൈവീകത തിരിച്ചറിയാൻ പറ്റുള്ളൂ. നിരീക്ഷണത്തിലൂടെ മാത്രമേ ഇത് നടക്കൂ. സാക്ഷി, മനസാക്ഷി. ഇതാണ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചത് അതാണ്. നിസ്സംഗനാകുക, വികാരങ്ങൾ ഇല്ലാതാക്കുക, നിരീക്ഷിക്കുക. മുഹമ്മദ് നബിയും യേശുവും അവരുടെ ശിഷ്യന്മാരോടും അവരുടെ ഫോളോവേഴ്സിനോടും പറഞ്ഞത് അതാണ്. നിങ്ങൾ ക്ഷമയുള്ളവരാവുക. ക്ഷമയ്ക്ക് വേറെ അർത്ഥമാണ് കൊടുത്ത ആൾക്കാര്. ക്ഷമ എന്ന് പറഞ്ഞാൽ നിരീക്ഷണമാണ്. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടായി, സംഭവം ഉണ്ടായി, ക്ഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണമാണ് അവിടെ സംഭവിക്കുന്നത്. ശരീരം വച്ച് വിലയിരുത്തുമ്പോഴാണ് വേറെ കാര്യങ്ങളിലോട്ട് പോണത്. എല്ലാവരും ശരീരം വെച്ചിട്ടാണ് വിലയിരുത്തുന്നത്. ഒരാള് നിങ്ങളെ കുറേ സ്നേഹിച്ചു. ഒരാളെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു. നല്ല സ്നേഹമാണ് ഒരാളോട്. അയാള് അയാള് നിങ്ങളെ ചതിക്കുകയാണ് ഒരു ദിവസം. അയാൾ നിങ്ങളെ ചതിക്കുകയാണ്. ഈ സ്നേഹിക്കുമ്പോൾ ഉണ്ടായിരുന്ന വികാരവും അയാൾ നിങ്ങളെ ചതിച്ചപ്പോൾ ഉണ്ടായ വികാരവും രണ്ടും ഓട്ടോമാറ്റിക്കായിട്ടുണ്ടായതാണ്. രണ്ടും ഓട്ടോമാറ്റിക്കായി ഉണ്ടായതാണ് വികാരം. അത് നിസ്സംഗതയെ, നിരീക്ഷണത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ആ സ്നേഹം പ്രതീക്ഷിക്കുകയാണ്. അവിടെ നിങ്ങൾ ഡിവൈഡ് ആക്കി, കണ്ടീഷൻ വെച്ചു. അയാൾ നിങ്ങളെ ചതിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഡിവൈഡായി. നിസ്സംഗതയിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നും നിങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ട് ഉണ്ടായതാണ്. ഓട്ടോമാറ്റിക്കായി ഡിവൈഡായി ഉണ്ടായതാണ്. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ പുറത്ത് കിടക്കാം? ഞാൻ പറയുന്നത് ഈ എങ്ങനെയാണ് ഡിവൈഡ് ആകുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഒരാള് ഇപ്പൊ മക്കളെ ആയിക്കൊള്ളട്ടെ, ഭർത്താവിനെ ആയിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അമിതമായിട്ട് സ്നേഹിക്കുകയാണ്. ആ സ്നേഹിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട്, ഇവരെനിക്ക് അത് തിരിച്ചു തരും, ഇത് തിരിച്ചു തരും, ഇല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, അറ്റാച്ച്മെന്റ് ഉണ്ടാവും, എന്നോട് വലിയ ഇഷ്ടങ്ങൾ ഉണ്ടാവും. എപ്പോഴൊക്കെയോ അത് തെറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ഡിവൈഡ് ആവുകയാണ്. കാരണം നിങ്ങൾ അവിടെ നിസ്സംഗത അല്ലെങ്കിൽ നിരീക്ഷണം എന്ന ആ ദൈവിക ഗുണത്തിൽ നിന്നും പുറത്ത് കടന്നാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിന് കാരണം ഈ മനസ്സാണ്. മനസ്സിന് എത്ര വേഗത്തിൽ വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയും. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും പോയി വരാൻ മനസ്സിന് കഴിയും. എത്ര പതുക്കെ വേണമെങ്കിലും മനസ്സിന് സഞ്ചരിക്കാൻ പറ്റും. എത്ര വലുതാകാനും എത്ര ചെറുതാകാനും മനസ്സിന് സാധിക്കും. അതാണ് ഒരു ജിന്ന്, ഒരു ഭൂതം ആണ് മനസ്സ്. ഹൈ പവർ ആണ് ഇതിന്.
ഈ മനസ്സിനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യന് ഒരൊറ്റ മാർഗമുള്ളൂ: അവെയറാകുക, നിരീക്ഷകനാകുക. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു 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 സങ്കടം തോന്നി, അല്ലെങ്കിൽ ഒരു കോപം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ സമയത്ത് വേണ്ടത് സമയം കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയം വേണം. പ്രതികരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 1-2 സെക്കൻഡ് സമയമെടുക്കണം. നിങ്ങളുടെ ശരീരം ഹോർമോൺ പുറപ്പെടുവിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനേക്കാൾ മുമ്പ് ഇറങ്ങി ചാടി പ്രതികരിക്കണമെന്ന് ഈഗോ പറയും. എടാ, നിന്റെ അഭിമാനത്തെയാണ് വെല്ലുവിളിക്കുന്നത്, നിന്റെ മകനാണ് വെല്ലുവിളിച്ചത്, നിന്റെ ഭാര്യയാണ് വെല്ലുവിളിച്ചത്, നിന്റെ ഭർത്താവാണ് വെല്ലുവിളിച്ചത്, ഇപ്പൊ തന്നെ ചോദിക്കണം. ഏ ഇപ്പൊ തന്നെ പ്രതികരിക്കണം. അവിടെ നിങ്ങൾ ഒരു സമയമെടുക്കണം. ഇല്ല, ഞാൻ പ്രതികരിക്കുന്നില്ല, ഞാൻ ഒരു 2 സെക്കൻഡ് സമയമെടുക്കുകയാണ്. സമയം അവയർനെസ്സിന് വേണ്ടിയിട്ട്, നിരീക്ഷിക്കാൻ വേണ്ടി. എടുത്ത് ചാടുന്നതിന് മുമ്പ് 1 സെക്കൻഡ് സമയം ഞാൻ എടുക്കുകയാണെന്ന് മനസ്സിൽ നിങ്ങൾ ആ മനസ്സിനോട് പറയണം. നിങ്ങൾ ഇത് പ്രാക്ടീസിലൂടെയാണ് കേട്ടോ. നമ്മളിത് നീന്തൽ പഠിക്കുന്നത് പോലെയാണ്, ഇത് സൈക്കിൾ ചവിട്ടുന്നത് പോലെയാണ്. ഇങ്ങനെ ചവിട്ടി 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 ഒരു ദിവസം ആദ്യം ഇങ്ങനെ സൈഡിൽ കൂടെ കാലിട്ട് ചവിട്ടി 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 ഒരു കാലോ ഇങ്ങനെ നിലത്ത് കുത്തി 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 പോയി 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 പിന്നെ നമ്മൾ പോലും അറിയാതെ ഒരു ദിവസം ചാടി കയറി ഇരുന്ന് സൈക്കിൾ ചവിട്ടി പോകും. സൈക്കിൾ ചവിട്ടാൻ പഠിച്ച ആൾക്കാർക്ക് അറിയാം. സെയിം പ്രാക്ടീസ് ആണ് ഇതിനകത്ത് സംഭവിക്കുക. നിങ്ങൾക്ക് ദേഷ്യം ഒഴിവാക്കണം, നിങ്ങൾക്ക് സങ്കടങ്ങൾ ഒഴിവാക്കണം, ദുഃഖം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഈ പ്രാക്ടീസ്. ശരീരം പല ഹോർമോണും പുറപ്പെടുവിക്കും. പ്രതികരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. ഈഗോ നമ്മളെക്കാൾ മുന്നേ ചാടി ഇറങ്ങും. അടിക്കടാ എന്ന് ഉള്ളിന്ന് വിളിച്ചു പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ തെറി വിളിക്കടാ, ചീത്ത വിളിക്കടാ എന്ന് നമ്മളെക്കാൾ മുമ്പ് ചാടുന്നുണ്ടാവും. ആ നിമിഷം നിങ്ങൾ ഒരു ബുദ്ധിയും ഒരു ലോജിക്കും ഇല്ലാതെ, അവിടെയാണ് നമ്മൾ പൊട്ടനാവേണ്ടത്. ഒരു ബുദ്ധിയും ലോജിക്കും ഇല്ലാതെ അതിനെ ഒന്ന് നിരീക്ഷിക്കണം. എന്താണ് ഈ സാഹചര്യം? എന്താണ് അയാളുടെ ഈഗോ, മറുവശത്ത് നിൽക്കുന്ന ആളുടെ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിന്റെ ഈഗോ എന്നെ എന്ത് ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്? അതെന്തുകൊണ്ടാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത്, എന്നെ ദേഷ്യപ്പെടുത്തുന്നത്? ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ? ഇത് സത്യമാണോ? ആ രീതിയിൽ നിങ്ങൾ ഒരു നിരീക്ഷകനാകുമ്പോൾ മാത്രം വളരെ പെട്ടെന്ന് ഈ പറയുന്ന ഹോർമോണും അടങ്ങിപ്പോവും. ഈ പറയുന്ന എല്ലാം അടങ്ങി 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 വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും വിത്തിൻ സെക്കൻഡ്സ്. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ അവര് ചിന്തിക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയാറില്ല, തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ CIയുടെ മുമ്പിലാണ് നിൽക്കണത് എന്നങ്ങ് വിചാരിച്ചാൽ മതി. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ കോപം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞാലും ആ ഓഫീസർ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്താൽ നിങ്ങൾ കയറി പ്രതികരിക്കുമോ? അതുപോലെ പ്രതികരിക്കില്ല. പിന്നെ പ്രതികരിക്കണോ, നല്ല കുത്തും കൊള്ളും, ഇടിയും കൊള്ളും, അല്ലേ? ഉം. അതുപോലെ തന്നെ നിങ്ങൾ ആര് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും, ആര് സങ്കടപ്പെടുത്താൻ ശ്രമിച്ചാലും, ആര് വേദനപ്പെടുത്താൻ ശ്രമിച്ചാലും, അവിടെ നിങ്ങളുടെ പാടവം നിരീക്ഷണ പാടവം നിങ്ങൾ പുറത്തെടുക്കണം. അങ്ങനെ മനസ്സ് ആശയക്കുഴപ്പത്തിലാകും. നിങ്ങൾ ഈ നിരീക്ഷണ പാഠവും നിങ്ങൾ പുറത്തെടുത്താൽ ഉടനെ ഇവൻ അങ്കലാപ്പിലാവും. ചേടാ, എന്റെ പണി ഏറ്റില്ലല്ലോ. അവൻ ആകെ ആശയക്കുഴപ്പത്തിലാവും പെട്ടെന്ന്. ഇത്ര നാൾ ഞാൻ ഇവനെ കൊണ്ട് ചാടിച്ചോണ്ടിരുന്നതാണ്, എന്തോ ഇവനിൽ സംഭവിച്ചിട്ടുണ്ട്. മനസ്സ് പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലാവും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ.
പ്രതികരിക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിൽ ഒന്നെടുത്ത് വിലയിരുത്തുക. ഇതെല്ലാം മിഥ്യയാണ്, എല്ലാം നശ്വരമാണ്, കുറച്ചു നേരത്തേട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ ഇതേ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന നിമിഷം മനസ്സ് ആശയക്കുഴപ്പത്തിലാവും. വീണ്ടും ഈ മനസ്സ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിമാനത്തെയും നിങ്ങളെ എല്ലാത്തിനെയും വെല്ലുവിളിക്കും. എടാ, നിന്നേക്കാൾ ചെറുതാണ്ടാവൻ, നിന്നേക്കാൾ അറിവില്ലാത്തവനാണ്ടാവൻ, എടാ അവൻ കുട്ടിയാണ്ട, നിന്റെ മോനാണ്ട, അവൻ നിന്നോട് പറഞ്ഞ കേട്ടില്ലേ, എടാ നിന്റെ ഭാര്യ ഉണ്ടത്, നിന്റെ ഭർത്താവാണ്, കണ്ടോ അത്രയും നീ സ്നേഹിച്ചു കൊണ്ടുപോയി ഇടുന്ന ഭർത്താവാണ് അങ്ങനെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഈ മനസ്സ് കിടന്നിട്ട് അവിടെ കിടന്നിട്ട് ഒരു 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 വെരുകല്, ഏഹ് എല്ലാത്തിനെയും വെല്ലുവിളിക്കാൻ നോക്കും. അപ്പോഴും നിങ്ങൾ നിരീക്ഷകനായിട്ടിരിക്കണം. പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പ്രതികരിക്കാത്ത, സംതൃപ്തമായ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരാളിങ് വരും, വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും, അയ്യോ ഇവൻ ഇടിക്കുവാണേ അടിക്കുവാണേ എന്ന് പറയും. ഇത് കേൾക്കണോട് കൂടി അടി കൂടുന്ന ആളുകൾക്ക് ഭയങ്കര ശക്തി കൂടും, അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. എന്നടാ ഈ കാണിക്കണേന്ന് വെച്ചോണ്ട് ഒരു സൗണ്ട് ഉണ്ട്. ഈ പ്രതികരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയാണത്. അവരതിൽ തീ കോരി ഒഴിക്കുകയാണ് ആ പ്രശ്നത്തിൽ. ഈ നിരീക്ഷകനായി നിങ്ങൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ വളരെ പെട്ടെന്ന്, വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും, യെസ്, സത്യം ഒന്ന് മാത്രമാണ്, ഈ കാണുന്നതെല്ലാം മിഥ്യയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ദേഷ്യം, സങ്കടം, വിഷമം ഇതൊക്കെ ഇങ്ങനെ നിരീക്ഷകനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അപ്പോൾ രക്ഷപ്പെടാം എന്നാണ് നിങ്ങളുടെ ചിന്ത എന്നുണ്ടെങ്കിൽ, ഇതിനേക്കാൾ അപകടമാണ് സ്നേഹം, അറ്റാച്ച്മെന്റ്, കൂടെയുള്ളവരോടുള്ള കാരുണ്യം, അതിൻ്റെ ശക്തമായ അറ്റാച്ച്മെന്റ്, വെരി ഡേഞ്ചർ. ദേഷ്യത്തേക്കാൾ, കോപത്തേക്കാൾ, സങ്കടത്തേക്കാൾ, വിഷമത്തേക്കാൾ വലുതാണ് സ്നേഹം എന്ന അറ്റാച്ച്മെന്റ്. അവിടെ നിരീക്ഷകനാവുക എന്ന് പറയുന്നത്, ആ നിങ്ങൾ വിചാരിക്കും മറ്റോടത്ത് മാത്രം നിരീക്ഷകനായാൽ മതി എന്നല്ലേ? അല്ല, അല്ല. എല്ലാവർക്കും പറ്റുന്ന അബദ്ധം അവിടെയാണ്. സകല ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന, മതങ്ങളെ ഫോളോ ചെയ്യുന്ന, ഹ്യൂമൻ ടെക്നോളജിയിൽ എനിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ ഡേഞ്ചർ അവിടെയാണ്. അവിടെ മറ്റോടത്തൊക്കെ നമ്മൾ ഈ പറയുന്ന എല്ലാം നമ്മൾ പരീക്ഷിക്കും, കാരണം അത് നമ്മുടെ ആവശ്യമാണ്. പക്ഷെ ഇപ്പുറത്ത് നമ്മുടെ ചില ഇമോഷനുകളെയും വെല്ലുവിളിക്കുകയാണ്. അത് ഭയങ്കര അപകടം. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം കിടക്കുന്നത്. മനസ്സ് ആശയക്കുഴപ്പത്തിലാവും അവിടെ. സ്നേഹം എന്ന അറ്റാച്ച്മെന്റ്, അവിടെ നിരീക്ഷകനാവുക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയതാണ്. നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, ആ ഒരു അപകടം ഉണ്ടല്ലോ, അത് അവിടെ നിങ്ങൾ എല്ലാ കരാറും പൂർത്തിയാക്കണം, അവരോടുള്ള സ്നേഹം പൂർത്തിയാക്കണം. നിങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അവിടെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. അവരോടുള്ള കരാർ കർമ്മം, നിങ്ങളുടെ ഡ്യൂട്ടി. പക്ഷേ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, നിങ്ങൾ കാരുണ്യം പ്രകടിപ്പിക്കുമ്പോൾ, നിങ്ങൾ കരുണ പ്രകടിപ്പിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ തിരിച്ചത് പ്രതീക്ഷിക്കരുത്. എല്ലാവരും പറഞ്ഞാണ് അവരുടെ മക്കൾ പോലെയല്ല എൻ്റെ മക്കൾ സ്നേഹമുള്ളവരാണ്, എൻ്റെ ഭാര്യ എന്നോട് സ്നേഹമുള്ളതാണ്, എൻ്റെ ഭർത്താവ് സ്നേഹമുള്ളതാണ്. എന്നിട്ട് അവിടെ ഒരു ഉണ്ടാക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അങ്ങനെയല്ല. സമൂഹത്തിൽ ഈ കുഴപ്പമുണ്ടാവുന്ന ആളുകളൊക്കെ നല്ല സ്നേഹമുള്ള മക്കളൊക്കെയാണ്. മക്കള് വലുതായി അവർ വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവരുടെ പ്രയോറിറ്റി മാറുകയാണ്. അവിടെ ഭാര്യ വന്നു, മക്കൾ വരുമ്പോൾ പ്രയോറിറ്റി മാറുകയാണ്.
കാരണം അവർ അതിനോട് കൂടുതൽ അറ്റാച്ചായി. അവരുടെ അറ്റാച്ച്മെന്റ് അവിടെ വർക്കാവുകയാണ്. അവർക്ക് നിങ്ങൾ തന്നെ ചെറുപ്പം മുതൽ പകർന്നു കൊടുത്ത ഈ സ്നേഹം എന്ന അറ്റാച്ച്മെന്റ് മാറി അപ്പുറത്ത് കയറി പിടിക്കുകയാണ്. ആ ബോധപൂർവം ചെയ്യണല്ല അത്. നിങ്ങൾ എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ അങ്ങനെയല്ല, എൻ്റെ മക്കൾ അങ്ങനെ, ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഈ സാഹചര്യങ്ങളിലെല്ലാം മനുഷ്യൻ ചെയ്യുന്ന ഒരു തെറ്റായ വഴി എന്ന് പറയുന്നത്, മനുഷ്യൻ പ്രതീക്ഷകളോടെ സ്നേഹം നൽകുകയാണ്, തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷകളോടെ. അവിടെ നിങ്ങളുടെ നിരീക്ഷകൻ എന്ന സ്ഥാനം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ അവയർനെസ് പോയി അവിടെ. നിരീക്ഷകൻ എന്നുള്ള, അതായത് നിങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിട്ടാൽ, ദൈവത്തിന് മുമ്പിൽ കുനിഞ്ഞു കിടന്നാൽ, ദൈവത്തിന് മുമ്പിൽ കിടന്ന് ഉരുണ്ടാൽ, ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തിയാൽ ആണ് നിങ്ങൾക്ക് ദൈവം സ്നേഹം നൽകുന്നത്. അങ്ങനെ നിങ്ങളുടെ മക്കളും ചെയ്യണം. എന്നാലും നിങ്ങൾ സ്നേഹം നൽകുന്നത് അല്ല. അല്ല, അതേതോ മായാവിയാണ്. അത് ദൈവമല്ല, രക്ഷിതാവല്ലത്. അതേതോ മായാവിയാണ്. മായാവികൾക്ക് മന്ത്രം വേണം, തന്ത്രം വേണം, കർമ്മം വേണം. രക്ഷിതാവിനതൊന്നും വേണ്ട. ഇവിടെയാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്, നിങ്ങൾ നൽകുന്നത് തിരിച്ചു കിട്ടിയാൽ ഓക്കെ. ദൈവം നിങ്ങളോട് ആരോടെങ്കിലും സ്നേഹിക്കാൻ പറയണ്ടോ? ഇല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, തിരിച്ചു കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ടാന്നേ. ഇവിടെ എത്രയോ മനുഷ്യന്മാർ അങ്ങനെയല്ലാതെ ജീവിക്കുന്നുണ്ട്. ദൈവീകമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദൈവത്തിന്റെ പ്രതിനിധിയായി മനുഷ്യനെ സൃഷ്ടിച്ചു എങ്കിൽ അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. കർമ്മം അല്ല അറ്റാച്ച്മെന്റ്, ധർമ്മം അല്ല അറ്റാച്ച്മെന്റ്. അവരോട് നിങ്ങൾക്കുള്ളത് ധർമ്മവും കർമ്മവുമാണ്, അറ്റാച്ച്മെന്റ് അല്ല. അത് പ്രതിഫലേച്ഛയില്ലാതെ നിഷ്കാമമായി ചെയ്യേണ്ടതാണ്. ഒരിക്കലും നിങ്ങൾ പ്രതിഫലേച്ഛ പ്രതീക്ഷിക്കരുത്. പ്രതിഫലേച്ഛ ഉണ്ടാവരുത്. തിരിച്ച് കിട്ടിയ ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല. അവിടെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചു നിൽക്കാൻ. ഈ സ്നേഹമാണ് മനുഷ്യനെ, സ്നേഹം എന്ന അറ്റാച്ച്മെന്റ്, അത് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണത്. സ്നേഹം കൊടുക്കണ്ട എന്നല്ല, സ്നേഹം കൊടുക്കണം. അറ്റാച്ച്മെന്റ്, സ്നേഹം വേറെ, അറ്റാച്ച്മെന്റ് വേറെ. അവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യാണ്. ഇതേ ഞാൻ കൊടുത്തു, എനിക്ക് തിരിച്ചു കിട്ടണം, കിട്ടിയില്ലെങ്കിൽ അത് പൈശാചികം. ദൈവത്തെ എങ്ങനെയാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെയും ഭാര്യയെയും, നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഒക്കെ നിങ്ങൾ ഡിവൈഡ് ചെയ്യാണ് അവിടെ. കിട്ടിയില്ലെങ്കിൽ പൈശാചികം, കിട്ടിയാൽ ദൈവികം എന്ന ഡിവൈഡ് റൂള് അപ്ലൈ ചെയ്യുകയാണ്. തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ സന്തോഷത്തിലാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു വെക്ക്. അപ്പോൾ നിങ്ങളുടെ എല്ലാ മാനസിക പ്രശ്നങ്ങളും രൂപം കൊള്ളുന്നത് ഈ വിഭജനത്തിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സമ്പത്ത് കിട്ടിയാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എൻ്റെ അവിടെ നിന്നാണ് ശാരീരിക പ്രശ്നങ്ങളിലായിട്ട് ഇത് കണക്ട് ആകുന്നത്. അവിടെ നിന്നാണ് ശാരീരിക പ്രശ്നങ്ങളിലായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി നോക്ക്. ഉം. ഡിവൈഡ് റൂൾ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? തിരിച്ചു കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല എന്നാണ് നിങ്ങളുടെ നിലപാടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡിവൈഡ് ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ രണ്ടായി വിഭജിക്കുകയാണ്, ദൈവത്തെ വിഭജിക്കുന്നത് പോലെ. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു, അയാൾ തിരിച്ച് നിങ്ങളെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ അത് കിട്ടിയില്ല, അതെവിടെയും കിട്ടിയില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ രണ്ടാം ഭാവം ഓപ്പൺ ആകും.
കണ്ടോ? സ്നേഹം എങ്ങനെ വെറുപ്പായി വിഭജിച്ചു എന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. നല്ല സ്നേഹത്തിലായിരുന്നു ഒരമ്മയും മകനും. മകൻ വിവാഹം കഴിച്ചു, ഭാര്യയുമായിട്ട് കൂടുതൽ അറ്റാച്ചായി. അവിടെ അമ്മായി അമ്മ ഉടനെ രണ്ടാം ഭാവം ഓപ്പൺ ആകും. സ്നേഹം എന്നത് ഒറ്റയടിക്ക് വെറുപ്പായി മാറും. അവൻ എന്നെ അനുസരിക്കുന്നില്ല, കണ്ടോ? കലിതുള്ളി കാളിയായി പുറത്തേട്ട് ഇറങ്ങും. അതാണ് നിങ്ങൾ ഇത് മാറണം എന്ന് വിചാരിച്ച് നിങ്ങൾ മാറിക്കഴിയുമ്പോൾ പുറകെ വരുന്നതാണ് പിശാച്, സാത്താൻ. ഭയം എങ്ങനെ ഉണ്ടാകുന്നു മനുഷ്യന്? ഭയം ദൈവത്തെ വിഭജിക്കുമ്പോഴാണ് ഉണ്ടാവണത്. സാത്താനായിട്ട് നിങ്ങൾ വിഭജിക്കും. ദൈവത്തെ നിങ്ങൾ ആ സാത്താനെ വിഭജിച്ച് അപ്പുറം കാണും. ആ കാണുന്നതിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ദൈവത്തിലേക്ക് അറ്റാച്ച് ആയി പോകുന്നത്. അത് അവിടെ അങ്ങനെയല്ല വേണ്ടത്. ദൈവത്തെ മായാവിയായി കണ്ട് വിഭജിക്കുമ്പോൾ നല്ലതെല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടണു, ഉപദ്രവം എല്ലാം സാത്താനിൽ നിന്ന്. അവിടെ നിങ്ങളുടെ ഭയം ഉണ്ടാവും. ഭയത്തിന്റെ തലത്തിൽ നിന്ന് നിങ്ങൾ ദൈവത്തെ കാണുകയാണ് അവിടെ. ആ, അവിടെ നിന്ന് ദൈവത്തെ നിങ്ങൾ കാണുകയാണ്. ഭയത്തിന്റെ മുകളിൽ നിന്നിട്ട്, ഭയത്തിന്റെ തലത്തിൽ നിന്ന് ദൈവത്തെ കാണുമ്പോൾ നിങ്ങൾ വിഭജിക്കുകയാണ് അവിടെ. അപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റായ പിശാചിനെ അവിടെ കൂട്ടുപിടിക്കുകയാണ്. അപ്പൊ ഭയം വന്നാൽ നിങ്ങൾ ചിന്തിക്കുക, എന്ത് അറ്റാച്ച്മെന്റിൽ നിന്നാണ്, എന്തിൽ നിന്നാണ് ഈ ഭയം ഉണ്ടാകുന്നത്? അവിടെ ഉണ്ടാവും മക്കള്, പണം. എൻ്റെ അടുത്ത് മക്കള് വിട്ടുപോകരുത്, എൻ്റെ അടുത്ത് അത് പോകരുത്, ഇത് പോകരുത്, പൈസ പോകരുത്, എൻ്റെ ജീവിതം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, അങ്ങനെയെല്ലാം എൻ്റെ. ഇവിടെ ഒരിടത്തും നിങ്ങളുടെ നിരീക്ഷകനെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അവിടെയെല്ലാം നിങ്ങളുടെ നിരീക്ഷകനെ നിങ്ങൾ വിഭജിക്കുകയാണ്. ഓരോന്നിനും ചേർത്ത് പിടിക്കുമ്പോൾ ഓരോ വിഭജനം. അങ്ങോട്ട് ഭയക്കാണ്. ഇവര് നഷ്ടപ്പെടുമോ, ഇവര് നഷ്ടപ്പെടുമോ, ഇത് നഷ്ടപ്പെടുവോ, പൈസ നഷ്ടപ്പെട്ടു പോവോ, സ്നേഹം നഷ്ടപ്പെട്ടു പോവോ. ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടായി വരുന്നു, ഓരോന്നോരോന്നായിട്ട് ഭയക്കുകയാണ്. അവിടെയെല്ലാം നിങ്ങളുടെ നിരീക്ഷകൻ എന്ന ആ സത്യത്തെ നിങ്ങൾ വിഭജിക്കുകയാണ്. എല്ലാം മായയായ, എല്ലാവർക്കും അറിയാം ഇത് മായയാണ്. ശരീരം നശിച്ചു പോകുന്നു, ഈ ഭൂമി നശിച്ചു പോകുന്നു, ഈ മനുഷ്യൻ പൂർണ്ണമായിട്ടും കാലാകാലം ജീവിച്ചിരിക്കില്ല എന്നറിയാമെങ്കിലും എൻ്റെ ഇതൊന്നും പോവില്ല, ഇതൊന്നും പോവില്ല, ഇതൊന്നും പോവില്ല എന്ന് വിചാരിച്ച് പിടിച്ചിട്ട് അവിടെ നിങ്ങൾ അങ്ങനെ പിടിക്കുന്നുണ്ടെന്ന് പണ്ട് തൊട്ടേ മതങ്ങളും എല്ലാം പ്രസംഗിക്കുന്നതാണ്. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല. ഇങ്ങനെ പിടിക്കുമ്പോൾ വരുന്ന പ്രശ്നമാണ് നമ്മളെ വലയ്ക്കുന്നത്. ആ പ്രശ്നം നിങ്ങളുടെ നിരീക്ഷകനെ അവിടെ വിഭജിക്കുകയാണ്. നിങ്ങളുടെ നിസ്സംഗമായ ഭാവത്തെ രണ്ടായി മുറിക്കുകയാണ്. ധൈര്യം, ഭയം എന്ന രണ്ടായിട്ട് മുറിക്കുകയാണ് അവിടെ. ഈ മോശം കാലഘട്ടത്തിൽ, ഈ മോശം ലോകത്ത് എല്ലാ വികാരങ്ങളും വരുന്നത് അറ്റാച്ച്മെന്റിൽ ഊന്നിയ ഭയത്തിൽ നിന്നാണ്. നിരീക്ഷകൻ എന്ന നിങ്ങളുടെ സ്ഥായിയായ നിസ്സംഗമായ ആ ദൈവികമായ ആ ചലനമില്ലാത്ത ആ ഭാവം, അതിനെ രണ്ടായി മുറിക്കുന്നിടത്ത് നിന്നാണ്. ശരീരം പോലും എല്ലാം നഷ്ടപ്പെടുമെങ്കിലും ഇല്ല, ഇതെല്ലാം എൻ്റെയാണ്, എൻ്റെ കൈവശാവകാശത്തിലാണ് എന്ന ശാഠ്യം, എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന ശാഠ്യം, അതിൽ നിന്നാണ് അതിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും. അവിടെയാണ് ഈ ലോകം ഒരു മായയാണ് എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നിരീക്ഷകൻ പിറവി കൊള്ളേണ്ടത്. ഈ നിരീക്ഷകനാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സമർപ്പണത്തിലിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ പൂർണ്ണമായും സമർപ്പണം ശരിയാവുക. എന്തുകൊണ്ടാണ് എൻ്റെ സമർപ്പണം ശരിയായിട്ടില്ല? എന്തോ ശരിയാവാനുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എവിടെയോ അറ്റാച്ചാണ്.
ചിലപ്പോൾ നിങ്ങളുടെ രോഗമായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ അസുഖമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിരിക്കും, മക്കളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിരിക്കും, മക്കളുടെ അസുഖമായിരിക്കും, അല്ലെങ്കിൽ മക്കൾക്ക് ജോലി ഇല്ലാത്തതായിരിക്കും. എൻ- അവിടെയൊക്കെ നിങ്ങൾക്ക് സംശയമാണ്. നിങ്ങൾ വിശ്വാസത്തിലാണ്, രക്ഷിതാവിനെ നിങ്ങൾ വിശ്വസിക്കുകയാണ്. സംശയവുമുണ്ട്. വിശ്വസിക്കുമ്പോൾ സംശയം ഉണ്ടാവും, അനുഭവിക്കുമ്പോൾ മാത്രമേ സംശയം ഉണ്ടാവാതിരിക്കുള്ളൂ. അവിടെ നിങ്ങൾ ആരും അനുഭവിക്കുന്നില്ല. അവിടെ നിങ്ങൾ പഴയതുപോലെ ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസി ഉണ്ടല്ലോ, ആ വിശ്വാസിയാണ്. അവിടെ ഡേഞ്ചറാണ്, ആ തലം ഡേഞ്ചറാണ്. അത് ചുമ്മാ ഉണ്ടാകില്ല. ഈ നിരീക്ഷക ഭാവം എന്ന് പറയുന്നത് ചുമ്മാ ഉണ്ടാവില്ല. ചെറിയ 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 സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാവണം. കോപത്തിലും സ്നേഹത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. അവിടെ ചിരിക്കണ്ട സന്തോഷിക്കണ്ട എന്നല്ല, പക്ഷെ ചിരിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ഞാനൊരു നിരീക്ഷകനാണ്, സങ്കടപ്പെടുമ്പോഴും ഞാനൊരു നിരീക്ഷകനാണ്. സങ്കടപ്പെടേണ്ട എന്നല്ല, സങ്കടപ്പെടുമ്പോഴും ഉള്ളിൽ ചിന്തിക്കണം ഞാനൊരു നിരീക്ഷകനാണ്. ഓക്കെ, ഇത് വെറും സെക്കൻഡുകൾക്കുള്ളിൽ എനിക്ക് കോപം വന്നാൽ, ഓക്കെ കോപം വന്നു, ഓക്കെ ദേഷ്യം വന്നു, ദേഷ്യം വന്നു, ഒന്ന് നിരീക്ഷിക്കുക. നിരീക്ഷിക്കുക. പ്രതികരിക്കാൻ പാടില്ലെന്ന് കഴിഞ്ഞാൽ നിരീക്ഷണമാണോ പ്രതികരണം? പ്രതികരിച്ചാൽ നീ അവിടെ കൈകാര്യം ചെയ്യാണ്. അവിടെ ദൈവത്തിന് റോളില്ല, രക്ഷിതാവിന് റോളില്ല. നിന്റെ പ്രതികരണം, നിന്റെ സംസാരമാണ് എല്ലാ കുഴപ്പങ്ങളുടെയും അടിസ്ഥാനം. ഒരാൾ ഓടി വന്നൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ നിന്റെ പ്രതികരണം എന്താണ്? അതാ ആ പ്രശ്നത്തെ വഷളാക്കുന്നതും ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതും. പ്രതികരിക്കേണ്ട രീതി നീ ഉദ്ദേശിക്കുന്ന രീതി അല്ല. നീ ഉദ്ദേശിക്കുന്ന രീതി അല്ല പ്രതികരിക്കുന്നത്. നീ ആദ്യം നിരീക്ഷിക്കണം അതെന്താണെന്ന്. പൂർണ്ണമായിട്ട് നിരീക്ഷിക്കണം. മറ്റത് പ്രതികരിക്കുന്നത് നിന്റെ ഈഗോയാണ്. വരുന്ന ഉടനെ പ്രതികരിക്കുകയാണ്. എന്താണ് സംഭവം, എങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കുന്നില്ല. സ്നേഹത്തിലും പ്രതികരണം ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പക്ഷേ ആ സ്നേഹത്തിലും നിങ്ങളുടെ ഉള്ളില് ഒരു നിരീക്ഷകൻ, അത് ചുമ്മാ ഉണ്ടാവില്ലത്. ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യണം. കോപത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും ഇതൊന്നും ശാശ്വതമല്ല എന്ന നിരീക്ഷക ഭാവം ഉണ്ടായി വന്ന അവിടെ അവിടെ നമ്മൾ പൂർണ്ണമായിട്ട് മനുഷ്യനല്ലാതായി മാറുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥ മനുഷ്യനായി മാറുകയാണ്. സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഒന്നും നമ്മളെ തകർക്കില്ല. നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസായി ഒരു നിരീക്ഷകനായി മാറിക്കഴിഞ്ഞാൽ മനസ്സിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തളരും. ഒരു ഭാഗം തളർന്നാൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഒരു ഭാഗം പൂർണ്ണമായിട്ടും തകരുമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിന് വേറെയും തലങ്ങളുണ്ട്, അത് ഞാൻ പറയാം. മനസ്സിന്റെ ഒരു വശം മുഴുവൻ തളർന്നു പോകും. നിങ്ങൾ എന്ന് നിരീക്ഷകനാകുന്നുവോ, നിങ്ങൾ കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി, ചുമ്മാ അവിടെ നിന്ന് ഇവിടുന്ന് എന്തെങ്കിലും കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ, കോപത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും വിഷമത്തിലും എല്ലാവിധ സന്തോഷങ്ങൾക്കിടയിലും ഇതൊന്നും ശാശ്വതമല്ല എന്ന നിരീക്ഷകഭാവം ഉള്ളിലുണ്ടായി വരുന്നുവോ, അന്ന് നിങ്ങൾ സ്വർഗത്തിലായി മാറും. അന്ന് നിങ്ങൾ സ്വർഗത്തിലായി മാറും. ഈ സ്വർഗത്തിലായി മാറുമ്പോൾ മനസ്സ് പകുതി തളരും. പകുതി തളർന്നിട്ട് ഇങ്ങനെ ഒരു വശം ഒടിഞ്ഞു കുത്തി താഴോട്ട് മറിയും. അതാണ് മനസ്സിന്റെ സമർപ്പണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് വേദനകളെല്ലാം പൂർണ്ണമായി ഇല്ലാതാവില്ല. കുറേ വേദനകൾ മാറും. വേദന എന്ന് പറഞ്ഞാൽ ശാരീരികപരമായ വേദനകൾ, അതെല്ലാം ഇല്ലാതാവില്ല. അവിടെയാണ് ഈ ഞാന് പുരാണങ്ങളിലും മറ്റ് മത ഗ്രന്ഥങ്ങളിലും അവരുടെ ശരിയായ അധ്യാപനം എടുക്കാത്തതിൻ്റെ, ഇപ്പോൾ അത് മുഹമ്മദ് നബിയുടെ ആണെങ്കിലും യേശുവിൻ്റെ ആണെങ്കിലും ശ്രീകൃഷ്ണന്റെ ആണെങ്കിലും ശരിയായ ഒരു അധ്യാപനം എടുക്കാതെ പഠിപ്പിച്ചതിൻ്റെ ഫലമായി
എല്ലാരും പറഞ്ഞത് ഈ ദുഃഖമുക്തി, ഇതാണ് ദുഃഖമുക്തി. ഞാനിപ്പോ പറഞ്ഞ നിരീക്ഷക ഭാവമാണ് ദുഃഖമുക്തി, അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്നുള്ള മോചനം. അവിടം വരെയാണ് ആളുകൾ പഠിച്ചിട്ടുള്ളൂ. അവിടം വരെ വന്ന് എല്ലാവരും നിൽക്കുവാണ്, സ്റ്റോപ്പായി നിൽക്കുകയാണ്. അതിനപ്പുറത്ത് എന്താണ് വേദന ഇല്ലാതാക്കുന്നത്, ദേഹത്തെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും പറയും മരിക്കുന്നതിന് മുമ്പ് മരിക്കണം, എന്നൊക്കെ പറയും. ദേഹിയെ വെടിയണം എന്നൊക്കെ പറയും. പക്ഷെ പഠിച്ചു ചെല്ലുമ്പോൾ ഇവിടം വരെ ഉള്ളൂ, ഈ നിരീക്ഷക ഭാവം വരെ ഉള്ളൂ. അവിടെ നിന്നെല്ലാം ശരിയാവും എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നെല്ലാം ശരിയാവില്ല. കാരണം ഒരു വശത്ത് ശാരീരിക വേദനകൾ നിലനിൽക്കുമ്പോൾ, വേദന, എന്ത് വേദന ഇല്ലാതാക്കാൻ പറ്റാത്ത? കാരണം ഈ വേദന ഇല്ലാതാക്കാൻ പറ്റാത്ത എന്താണ് എന്ന് ചോദിക്കുന്നവർ ഒന്നുമില്ലെങ്കിൽ, ഒന്നുകിൽ അവർ വേദന അനുഭവിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അവർ അറ്റാച്ച് ആയിരുന്ന അവരുടെ മാതാവോ പിതാവോ മക്കളോ ആരെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ വേദന അവർ കണ്ടിട്ടുണ്ടാകും. ഒന്നുമില്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ വേദന നിലനിർത്തിക്കൊണ്ട്, അത് ഇതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ നിരീക്ഷക ഭാവം വരെ എന്ന് പറയുന്നത് സന്യാസി ഭാവമാണ്. അത് ഏത് മനുഷ്യനും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് 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 അത് തന്നെയാണ് മാർഗമുള്ളൂ. സൈക്കിൾ ചവിട്ടാൻ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ, നീന്താൻ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി പിന്നെ അത് ഓട്ടോ മോഡിലേറ്റ് ആയി മാറും. അതോടുകൂടി ദുഃഖമില്ലാതാകും, ദുഃഖം ഉണ്ടാവില്ല. എന്നാൽ ഈ അവസ്ഥയിൽ വേദനകൾ പൂർണ്ണമായും ഇല്ലാതാവില്ല. അതാണ് ഇടയ്ക്ക് ആൾക്കാർ വന്നിട്ട് എല്ലാ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പക്ഷെ വേദന മാറിയിട്ടില്ല. കാരണം അതിന് വേണമെങ്കിൽ ഒരു സന്യാസി ഭാവം, ബുദ്ധഭാവം, അല്ലെങ്കിൽ മുറാക്കബയുടെ ഭാഗം, അല്ലെങ്കിൽ ധ്യാനഭാവം എന്നൊക്കെ പറയാം. ഏത് ഭാവം പറയാം നിങ്ങൾക്ക്. എല്ലാ മതങ്ങളിലും ആ ഒരു നിരീക്ഷക ഭാവമുണ്ട്. ഈ മനസ്സിന്റെ ബാക്കിയുള്ള ഭാഗം കണക്ട് ചെയ്തിരിക്കുന്നത് ദേഹവുമായിട്ടാണ്. അവിടെയാണ് നമ്മൾ, ഇനി ഏറ്റവും പ്രശ്നമുള്ളതാണ് ഈ ദേഹം. ദേഹത്തിൽ നിന്ന് വിടിയിക്കുക എന്ന് പറയുന്നത്, ദേഹത്തിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും പ്രശ്നമുള്ള ഭാഗമാണ്. യോഗനിദ്രയും ശവാസനവും ഒക്കെ നിങ്ങൾ വിടണം കേട്ടോ. അതൊക്കെ അവരുടേതാണ്. പതഞ്ജലി മഹർഷിയുടെ ജീവസമാധി എവിടെയാന്ന് നോക്കിയാൽ മതി. അത് നിങ്ങൾ ചെയ്തോ? അത് നിങ്ങളുടെ ശാരീരിക ഉണർവിനും കാര്യങ്ങൾക്കും ഒക്കെ ചെയ്തോ? പതഞ്ജലി മഹർഷിയുടെ ജീവസമാധി എവിടെയാണ്? ഞാൻ അതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങൾ പിടിക്കരുത് എന്ന് പറയണത്. ലോകത്ത് വളരെ കുറച്ച് മാത്രമേ ബ്രഹ്മാവിനെ ഉപാസിക്കുന്ന ആരാധനാലയങ്ങളുള്ളൂ. അവിടെയാണ് പതഞ്ജലി മഹർഷിയുടെ ജീവസമാധി കേട്ടോ. അത് ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ ഇതിനോട് കൊണ്ട് കണക്ട് ചെയ്യരുത്. നിങ്ങളതൊക്കെ അതിനകത്തൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളുടെ ശരീരത്തിനൊക്കെ. ഇത് വേറെയാണ് സംഭവം. ഇതങ്ങനെ ഇങ്ങനെയൊന്നും അല്ല. ഞാൻ ഈ പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്, ഒരു മനസ്സിന്റെ ഒരു വശം മാത്രമാണ്. ഇനി ഒരുപാട് അവബോധ തലങ്ങളുണ്ട്. നിങ്ങൾ ക്ഷമയോടുകൂടി ഇരുന്നത് മനസ്സിലാക്കുക. നിങ്ങളുടെ സമയവും ആത്മാർത്ഥതയും മാത്രമാണ് നിങ്ങളുടെ മുടക്കുമുതൽ.
ബാക്കിയെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ, നിങ്ങളുടെ ശാരീരികപരമായ ഇതിനെല്ലാം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുക. ഇതല്ല. ഇത് ലോകത്തെ 800 കോടി മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അത് വളരെ തന്ത്രപരമായി നിങ്ങളിലേക്ക് തരിക എന്നത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. ഇത് നിങ്ങൾക്ക് ഒരുമിച്ചിരുത്തി, ഇങ്ങനെ, ഇന്നയാൾ ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ മറിഞ്ഞോ, ഇങ്ങനെ കുത്തിക്കോ, ഇങ്ങനെ ശ്വാസം വലിച്ചോ എന്ന് പറയേണ്ടതല്ല. 800 കോടി മനുഷ്യർക്കും വ്യത്യസ്തമാണ്. അതിങ്ങനെ തരാൻ പറ്റൂ. അതുകൊണ്ടാണ് ഒന്നിനെ ഇതിന്റെ കൂടെ കൂട്ടിക്കെട്ടരുത്, അതെല്ലാം ഒരുമിച്ച് കൊടുക്കുന്നതാണ്. ഒരുമിച്ച് കൊടുക്കണ സാധനത്തിൽ നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതിലും കിട്ടൂല. അതുകൊണ്ടാണ് അതിലേട്ടൊന്നും കൊണ്ടുവന്ന്, അതൊക്കെ നിങ്ങളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനുള്ളതാണ്. ഇത് അതിനുള്ളതല്ല. ഇത് നിങ്ങളുടെ ശാശ്വതമായി അമർത്യതയുമായി ബന്ധപ്പെട്ടതാണ്. ശാശ്വതമായ സത്യം എന്താണോ അതുമായി ബന്ധപ്പെട്ടാണ് ഇത്. ഇത് എല്ലാവർക്കും വ്യത്യസ്തമാണ്. ഓക്കെ. യെസ്. ഞാനത് അതിങ്ങനെ പറഞ്ഞ് പൂർത്തീകരിച്ചാണ് അത്. അപ്പൊ ശരീരവുമായി ബന്ധപ്പെട്ട, അത് നാളെ പറയാം അല്ലേ? നാളെ പറയാലോ? അത് ഇന്ന് തന്നെ പറയണോ? ഉം. കുറച്ചുകൂടി പറയാം. നിങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം ഷോർട്ട് ടൈം ആണ്. നിങ്ങൾക്ക് ശാശ്വതമായത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇത് തന്നെ ഫോളോ അപ്പ് തന്നെ പറ്റുള്ളൂ. ഉം. നിങ്ങൾ അതൊക്കെ സംശയം ചോദിക്കുന്ന സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വിശദീകരിക്കാം. ഇതിപ്പോ ഒരു സബ്ജക്റ്റ് വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അതുമായി ബന്ധമില്ലാത്ത വേറൊരു കാര്യം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം ഇതങ്ങ് പോകും അല്ലേ? ഉം. എല്ലാം എനർജിയാണ്. ഓക്കെ. അപ്പൊ ഈ വേദനകൾ ഇല്ലാതാകുന്നില്ല എന്ന് പറയുമ്പോൾ ദേഹം, ആ ഒരു മനസ്സിന്റെ ഒരു ഭാഗം ദേഹവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇത് ഏറ്റവും പ്രശ്നമുള്ളതാണ്. മനസ്സിന്റെ തലത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിരീക്ഷണമാണ്. നിരീക്ഷണത്തിൽ നെഗറ്റിവിറ്റി ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ആവും. ഈ ശരീരത്തിൽ കിടക്കുന്നതാണ് നെഗറ്റിവിറ്റി. എല്ലാം ടെമ്പററി ആണ്. നിങ്ങൾക്ക് ശാശ്വതമായി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം മനസ്സിന്റെ തലത്തിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിരീക്ഷണമാണ്. എന്നാൽ വിദേഹമുക്തി, അല്ലെങ്കിൽ ജീവൻ മുക്തി, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് മരിക്കുക, ഇതിനും മാർഗം, ഇതിനുള്ള മാർഗം, നിങ്ങൾ ഇമോഷണലായ ഈ മനസ്സിന്റെ തലത്തിൽ, ഇമോഷണലാണല്ലോ അവിടെ വികാരങ്ങളാണ് നിയന്ത്രിക്കുന്നത് അല്ലേ? അതൊരു വികാരത്തിന്റെ ഭ്രമമാണ്. ഈ വികാരത്തിന്റെ ഭ്രമമായ മിഥ്യയിൽ നിന്ന് നിങ്ങൾ നിരീക്ഷണത്തിലൂടെ പുറത്തു കടന്നാലും വേറൊരു ഭ്രമം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതെന്ത് ഭ്രമമാണ്? വേറൊരു ഭ്രമം. നിങ്ങൾ ഇമോഷന്റെ ഇതിൽ നിന്ന് നിങ്ങൾ കടിച്ചു പിടിച്ച് നിരീക്ഷിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പുറത്ത് കടന്നു കൂട്ടിക്കോ. പുറത്ത് കടന്നാൽ വേറൊരു ഭ്രമത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, വേറൊരു മായയിലാണ് നിങ്ങൾ. അതെന്ത് മായയാണ്? ഇമോഷന്റെ ലോകത്ത് നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി വികാരത്തിന്റെയും വിഭ്രമത്തിന്റെയും, അതായത് ഇല്യൂഷന്റെയും ഡില്യൂഷന്റെ, ശരീരത്തിന്റെ എന്ന് പറയുന്ന ഒരു മായ, അതൊരു ഭ്രമമാണ്. അതേത് ഭ്രമമാണെന്ന് ഞാൻ ചോദിക്കണേ? ശരീരം നിൽക്കുന്ന ഭ്രമം, ഭ്രമലോകം ഏതാണ്?
മറ്റതിന്റെ ഇരട്ടി ബുദ്ധിമുട്ടാണ് ഇത്. ശരീരം നിൽക്കുന്ന തലം ഏത് തലാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ശരീരം നിൽക്കുന്നത് എവിടെയാണ്? ശരീരം നിൽക്കുന്നത് എവിടെയാണ്? ആ, മെറ്റീരിയൽ ആയിട്ടാണ്. ഭൂമിയിലാണ് നിൽക്കുന്നത്. ഭൂമിയിൽ. അഹങ്കാരമൊക്കെ ഈഗോടെ, അത് നമ്മൾ നിരീക്ഷണത്തിലൂടെ പരിഹരിച്ചു. അഹങ്കാരമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് മറ്റത് മാറ്ററാണ്. ആ, ഇത് നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഫീൽ ചെയ്യാം. സ്മെല് ചെയ്യാം, കാണാം, ടച്ച് ചെയ്യാം, സ്പർശിക്കാം, രുചിക്കാം. അതായത് ഈ ഭൂമി നിലനിൽക്കുന്ന ഈ മിഥ്യ, ഭൂമി എന്ന മിഥ്യ, ഭൂമി ഉണ്ടായി സ്ഥൂലം, മാറ്റർ. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് സൂക്ഷ്മതലത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴിയാണ്. എല്ലാവരും വിചാരിച്ചേക്കുന്നത് അതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ്. എന്നാൽ സൂക്ഷ്മമല്ല ബുദ്ധിമുട്ട്. സൂക്ഷ്മതലത്തിൽ നിങ്ങൾ നിരീക്ഷകനായാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാം. സൂക്ഷ്മതലത്തിന്റെ ലോക്കിൽ നിങ്ങൾക്ക് നിരീക്ഷകനായ പുറത്തിറങ്ങാം. പക്ഷേ സ്ഥൂലതലം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരീരം. ശരീരം വച്ചിട്ടുള്ള തലം, ഭൗതിക തലം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മുക്തി, അത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. മറ്റത് നിങ്ങൾക്ക് ഇമോഷണൽ, നിങ്ങൾക്ക് ആയ എല്ലാ വൈകാരിക ഭ്രമങ്ങളിൽ നിന്നും മിഥ്യയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടന്നാലും ശരീരം വേദനയിൽ നിന്ന് മുക്തമാകാതെ മനസ്സ് പൂർണ്ണമായും ഇല്ലാതാകില്ല. മനസ്സിന്റെ പകുതി ഇല്ലാതായാൽ തന്നെ നിങ്ങൾക്ക് ദൈവികതയിൽ മാറ്റം വരും, നിങ്ങളുടെ തലത്തിൽ മാറ്റം വരും, നിങ്ങളുടെ സമ്പത്തിൽ മാറ്റം വരും, നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം വരും, എല്ലാത്തിലും മാറ്റം വരും. നിങ്ങൾ ആ സൂക്ഷ്മതലത്തിൽ നിങ്ങൾ മാറുമ്പോൾ, സൂക്ഷ്മതലത്തിലുള്ള മാറ്റമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ അതെൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ ദിവസം നിങ്ങളെ മനസ്സിനെ അടക്കുകയാണ് അവിടെ. ആ ഈ ശരീരത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് വിടേണ്ടത് എന്ന്. പക്ഷേ അത് വീണ്ടും വീണ്ടും നിങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. ഈ മനസ്സ് പകുതി ഇല്ലാതായവരാണ് ആൾ ദൈവങ്ങൾ. അവര് അവരുടെ ലക്ഷ്യം പണവും പ്രശസ്തിയുമാണ്. മനസ്സ് പകുതി ഇല്ലാതായി കഴിഞ്ഞാൽ ആൾ ദൈവമായി മാറി. മനസ്സ് പകുതി ഇല്ലാതായി കഴിഞ്ഞാൽ, അതായത് ഇമോഷണൽ ആയിട്ടുള്ള വികാരങ്ങളെ നിരീക്ഷിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ആൾ ദൈവങ്ങൾ. അവരുടെ ലക്ഷ്യം പണവും പ്രശസ്തിയുമാണ്. മനസ്സ് പകുതി ഇല്ലാതാക്കിയ ഒരാൾക്ക് വേണമെങ്കിൽ ഒരാൾ ദൈവം കളിക്കാം. അവരപ്പോഴും അവർക്ക് അവിടെ പണവും പ്രശസ്തിയും ലക്ഷ്യമാണ്. ഞാൻ ദൈവമാണെന്ന് 10 പേര് അറിയണം. അവിടെയുണ്ട് അവരെ പിടിക്കുന്ന ഒരു പിടുത്തമുണ്ട്. ഒന്നും നിങ്ങളെ സ്വാധീനിക്കില്ല. ഒന്നും നിങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല. ദേവീദേവന്മാരായി മാറുന്നത് ആ ഘട്ടത്തിലാണ്. ഈ മനസ്സിന്റെ ഇമോഷണൽ ആയിട്ടുള്ള വികാരങ്ങളെ നിങ്ങൾ പൂർണ്ണമായ നിരീക്ഷണത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് 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 നിങ്ങൾ ഒരു ഒരു ദുഃഖമുക്തി എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ആണ് ആൾ ദൈവമായി മാറുന്നത്. അവരതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. പിന്നെ പക്ഷെ അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, പല തലങ്ങളുണ്ട്. നമുക്കത് സൂക്ഷിച്ച് അവരെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ അവബോധം എന്ന് പറയുന്നത് പൂർണ്ണമായും ശുദ്ധമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അസ്വസ്ഥത,
അസ്വസ്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയോ പാളിച്ച പറ്റി, എവിടെയോ പാളിച്ച പറ്റി. അവിടെയാണ് ശരീരം നിൽക്കുന്ന തലം നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്. ശരീരം നിൽക്കുന്ന തലം, നിങ്ങൾ മാനസികപരമായിട്ടൊക്കെ നിങ്ങൾ വലിയ നിരീക്ഷകനൊക്കെ ആയി ഇപ്പൊ മാറി എന്നല്ല പറഞ്ഞത്. നിങ്ങൾ മാറിയാൽ, പൂർണ്ണമായും മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ പുറകോട്ട് വിളിക്കും. അവിടെയാണ് ചില ആൾക്കാർ ഇപ്പോഴും വേദന മാറിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അവര് അതിനെ പിടിച്ചു വച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ലക്ഷ്യമായി, അതൊരാഗ്രഹമായി. അത് ആഗ്രഹത്തിൽ നിന്നാണ്. സന്തോഷവും ദുഃഖവും വികാരങ്ങളാണ്. അത് ആഗ്രഹത്തിൽ നിന്നാണ്. എന്നാൽ സന്തോഷവും ദുഃഖവുമല്ല സുഖം. സുഖം എന്ന് പറയുന്നത് ശാരീരികപരമായ സുഖമാണ്. സന്തോഷവും ദുഃഖവും വികാരമാണ്. സുഖം പക്ഷേ വികാരമല്ല. അത് ശരീരത്തിൽ നിന്ന് വരുന്നതാണ്. ഈ സുഖമാണ് എല്ലാവരുടെയും പ്രശ്നം. സുഖം എന്നാൽ സന്തോഷമല്ല. സുഖം ശരീരവുമായി ബന്ധമുള്ളതാണ്. നിരീക്ഷകൻ പൂർണ്ണമായിട്ട് നിസ്സംഗ, അഖണ്ഡ, നിശ്ചല, നിസ്സംഗ, പരമാനന്ദ ആ ഭാവത്തിലോട്ടൊക്കെ വന്നാലും ഒബ്ജക്റ്റീവായിട്ടുള്ള ഭ്രമം, ശരീരം, മനുഷ്യൻ നശിച്ചു പോകുന്ന ശരീരത്തിലാണുള്ളത് അല്ലെ? ഓരോ ദിവസവും അവൻ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ വേദന പറയുന്ന ആളുകൾ ഇതൊരിക്കലും നശിക്കില്ല എന്ന ആ വിശ്വാസത്തിൽ അവരതിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിരീക്ഷകൻ നിസ്സംഗമായാലും ഈ ഒബ്ജക്റ്റീവായിട്ടുള്ള ഭ്രമം നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വലിച്ചുകൊണ്ടിരിക്കും. അതാണ് ആ സുഖം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രശ്നം വരും. വിചാരമല്ല, മനസ്സല്ലത്, 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 അത് മനസ്സല്ല, അത് ഒബ്ജക്റ്റീവാണ്. എൻ്റെ ബ്രെയിൻ, എൻ്റെ ഹോർമോൺ. ചെറുപ്പം മുതൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എൻ്റെ വേദന. ആ വേദനയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നിട്ടുണ്ടെന്ന്. പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഉള്ള ഏറ്റവും ഉയർന്ന ബോധമാണ് ഭ്രമം. ഇത് ഭ്രമമാണ് എന്നുള്ളത്, മായയാണ് എന്നുള്ള ഒരു ബോധം, അവബോധം ഉണ്ടാകുമ്പോഴാണ് ശുദ്ധമായ അവബോധം ഉണ്ടാവുന്നത്. ഈ ഭൂമിയും ശരീരവും എല്ലാം മായയാണ് എന്ന ബോധം, അതാണ് ഭ്രമം. ആ ഭ്രമത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് അവബോധം ഉണ്ടാവുക. ഭ്രമയുഗത്തിൽ ജീവിക്കുമ്പോൾ താൻ ഭ്രമത്തിലാണ് എന്ന ബോധം ഉണ്ടാകുന്നതാണ് അവബോധം. അതിൽ തന്നെ നല്ല ബോധവും മോശം ബോധവും ഉണ്ട്. അതാണ് ഇൻഡ്യൂഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നല്ലതും ചീത്തയുണ്ടെന്ന് പറഞ്ഞത്. മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് വിഭ്രമത്തിലും, വികാരങ്ങളുടെ ഭ്രമത്തിലും അതിനപ്പുറത്തുള്ള ഒരു ഇല്യൂഷൻ വേൾഡിലുമാണ്. ആ തലത്തിൽ നിങ്ങൾക്ക് ജീവിക്കുമ്പോൾ ഈ വസ്തുബോധം ഉണ്ടാവില്ല. വസ്തുബോധം ഉണ്ടാവില്ല. ഒരു നായയെ നിങ്ങൾ വളർത്തുവാണ്, ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അതിനോട്. അത് തൊട്ടറിയാൻ പറ്റുന്നുണ്ട്, ഫീൽ ചെയ്യാൻ പറ്റുന്നത്, സ്നേഹിക്കുന്നുണ്ട്, വന്ന് വാലാട്ടുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. ഒരു ദിവസം അത് മരിച്ചു പോകുന്നു, അപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. ഇതുപോലെയാണ് ശരീരം. ഇതുപോലെയാണ് നിങ്ങളുടെ ശരീരം. ആ നായയോട് വലിയ അറ്റാച്ച്മെന്റ് ആണ് നിങ്ങൾക്ക്. ആ നായയെ പോലെയാണ് നിങ്ങളുടെ ശരീരം. നിങ്ങൾക്ക് നായയേക്കാൾ അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളുടെ ശരീരത്തോട്. മനസ്സിലാവുണ്ടോ? അതിനോട് അത്ര വലിയ സ്നേഹം, അതൊരു അറ്റാച്ച്മെന്റ് ആയി മാറുന്നു. ഞാനത് ഉദാഹരണം പറഞ്ഞു തന്നെ അതിനെ ആ ആ ഒരു ഇതിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെന്റേതാണ്, ഇതില്ലെങ്കിൽ ഞാനില്ല. അതുപോലെയാണ് എല്ലാ ഒബ്ജക്റ്റീവായ സാധനങ്ങളും, കാറാണേലും വീടാണേലും. അതാണ് ഞാൻ പറഞ്ഞ ഒരു ശരീരം മാത്രമല്ല ഇത്. ദേഹമുക്തി, ദേഹമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ
മരിക്കുന്നതിന് മുമ്പ് മരിക്കുക എന്ന് പറഞ്ഞാൽ ഈ എല്ലാ മെറ്റീരിയലിസ്റ്റിക് ആയ എല്ലാ സാധനവും പെടും. വീട്, കാറ്, ശരീരം, തൊട്ടു നോക്കാനും സ്പർശിച്ചറിയാനും പഞ്ചേന്ദ്രിയങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് നിങ്ങൾ ഭക്ഷണം, എന്തും എന്തുമായിക്കൊള്ളട്ടെ എല്ലാം അത് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞത്. ഈ സ്വന്തം ശരീരവും എല്ലാ സാധനങ്ങളും എല്ലാ ഒബ്ജക്റ്റീവായ സാധനങ്ങളെയും നശ്വരമായി നിരീക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ നിരീക്ഷണം പറ്റൂല. അവിടെ നിരീക്ഷണം വർക്കാവൂല. നിരീക്ഷിക്കാൻ ശ്രമിക്കാം, പക്ഷെ വർക്കാവില്ല. കാരണം അത് റിയാലിറ്റിയിൽ നിൽക്കുകയാണ്. ഈ സാധനം റിയലായിട്ട് നമുക്ക് തൊട്ട് നോക്കി അവിടെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നിരീക്ഷിക്കാൻ. മനസ്സിലെ വികാരങ്ങൾ, കോപം, ദേഷ്യം, സങ്കടം, വിഷമം, ഇതൊക്കെ നമുക്ക് നിരീക്ഷിക്കാം. ഓക്കെ. കാരണം അത് നമ്മൾ തൊടുന്നില്ല. ഇതങ്ങനെയല്ല, ഇത് തൊടുവാണ്. അത് ചുമ്മാ അറ്റാച്ച്മെന്റ് ഉണ്ടാവരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അവിടെയാണ് അത് നശ്വരതയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. ഈ ഒബ്ജക്റ്റീവ് തലത്തിൽ ആണ് ബാക്കി മനസ്സ് നിലനിൽക്കുന്നത്. ഈ പഞ്ചേന്ദ്രിയ മിഥ്യയിൽ നിരീക്ഷകനേക്കാൾ നിരീക്ഷകനായിട്ട് മാത്രം കാര്യമില്ല. തിരിച്ചറിവുണ്ടായിട്ടും കാര്യമില്ല. അത് അത് അനുഭവിക്കുന്നത് വളരെ പ്രയാസമുള്ളതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്നുള്ളത് നാളെ പറഞ്ഞാൽ പോരെ? പോരാ. സൈക്കിൾ ഓട്ടാൻ പഠിക്കുമ്പോ പലവട്ടം വീണ് പലവട്ടം വീണ് ഏഹ് എന്നെ ഓർക്കുന്നൊന്നും മെറ്റീരിയൽ അല്ല. നിങ്ങൾ കാണുന്നതും തൊടുന്നതുമാണ്. നിങ്ങൾ തൊട്ടറിയുന്നതാണ് മെറ്റീരിയൽ. ഓക്കെ. ഇന്ന് ഇതൊന്ന് കലങ്ങി തെളിയട്ടെ. നമ്മൾ പലവട്ടം പ്രാക്ടീസ് ചെയ്ത് സൈക്കിൾ ചവിട്ടി 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 വീണ് ഒരു ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചലിക്കുന്നതാണത്. പക്ഷെ ഞാൻ അതിന്റെ സീക്രട്ട് എന്താണെന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ. സീക്രട്ട് പറഞ്ഞുതരാം. എന്താണ് ആ മെറ്റീരിയലിസ്റ്റിക് ആയ അതിൽ നിന്ന് മാറാനുള്ള ഒരു ഏക വഴി? ഏക വഴി. നിങ്ങൾ ഇതിനെ എല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം നഷ്ടഭയമാണ്, മരണഭയമാണ്. ആത്യന്തികമായി അവസാനം പോയി നിൽക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ. സമ്പത്ത്, മക്കള്, സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നല്ലോ. അവസാനം ഞാൻ കൂടി ഇല്ലാതാകുമല്ലോ എന്ന മരണഭയത്തിലേട്ടാണ് അവസാനം ആത്യന്തികമായി പോയി നിൽക്കുന്നത്. ഓക്കെ. ഇന്നത് തീർത്തിട്ട് പോവാം. ഉം. ഭയാനകമായിട്ടാണ് നമ്മൾ ഇതിനെല്ലാം കാണുന്നത്. എല്ലാ ശരീരം വേദന വരുവാണെങ്കിൽ, ഓ, ഈ വേദന എന്നെ കൊണ്ടേ പോളൂ അല്ലേ, ഈ വേദന എന്നെയും കൊണ്ടേ പോളൂ, ഈ വിഷമം എന്നെ കൊണ്ടേ പോളൂ, ഓഫ്, ഈ പൈസ ഇല്ലാതെ ഞാൻ മുടിഞ്ഞു പോവും, ഏ, ഞാൻ അതോടുകൂടി തീർന്നു അല്ലേ. മക്കള് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പോയി, എല്ലാം പോയി, എല്ലാം പോയി. ഉം. മക്കളൊന്ന് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഓ, ചങ്ക് പൊട്ടി, തീർന്നു. അതൊക്കെ നിങ്ങൾ നേരിട്ട് കാണുന്ന റിയാലിറ്റിയാണ്, റിയാലിറ്റി. ഈ നശ്വരതയിൽ നിങ്ങൾക്ക് പരമാനന്ദം കാണാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വഴിയുള്ളൂ. ഇമോഷണൽ രംഗത്ത് നിരീക്ഷണമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുണ്ടായിരുന്നുള്ളൂ എന്ന്, സമർപ്പണമാണ്. ഒരേ ഒരു വഴിയുള്ളൂ, സമർപ്പണം.
ഒറ്റ വഴിയുള്ളൂ. നശ്വരതയിൽ നിങ്ങൾക്ക് പരമാനന്ദം കണ്ടെത്താൻ, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറ്റാൻ ഒരൊറ്റ വഴി നിങ്ങളുടെ മുമ്പിലുള്ളൂ. എല്ലാം നശിക്കുന്നതാണ് എന്ന ബോധത്തിൽ നിന്നുകൊണ്ടുള്ള സമർപ്പണം പിന്നെ ഒരാളെ ആഘോഷത്തിലേക്ക് നയിക്കും. പിന്നെ ജീവിതം ആഘോഷമായിരിക്കും. പിന്നെ ജീവിതം ആഘോഷമായിരിക്കും. എല്ലാം നശിക്കുന്നത് എന്ന ബോധത്തിൽ നിന്നുകൊണ്ടുള്ള സമർപ്പണത്തില് ആ നിമിഷം മുതൽ നിങ്ങൾ ആഘോഷത്തിലായിരിക്കും. എങ്ങനെ സറണ്ടർ കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി തീർന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു മിഠായി പോലെ എടുത്തു തരാൻ പറ്റുന്നതാണോ ഇത്? അതിനെവിടെ ഇരിക്കുക. അവിടെ ആദ്യം സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പഠിക്കുക. ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കാതെ. മറ്റുള്ളവരെല്ലാം നല്ലതേ വരൂ, എല്ലാം നല്ലതേ വരുള്ളൂ, എല്ലാം നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തിൽ ജീവിക്കുകയാണ്. കള്ളത്തരത്തിലാണ് ജീവിക്കുന്നത്. എല്ലാം നല്ലതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. എല്ലാം നല്ലതേ വരൂ. എന്നിട്ട് മോശം വരുമ്പോ പറയും അത് ദേ പിശാചിന്റെ അടുത്താണ്, എന്റെ വിധിയാണ്. അങ്ങനെയല്ലാതെ നല്ലതിലും മോശത്തിലും എല്ലാത്തിലും നശ്വരമാണ് എന്ന് കണ്ടുള്ള സമർപ്പണമാണ്. ഉം എല്ലാം നല്ലത് പ്രതീക്ഷിക്കുന്നവൻ നല്ലത് വന്നില്ലെങ്കിൽ അലമുറയിട്ട് കരയും. പക്ഷെ ഒരു നിരീക്ഷകനും ഒരു സമർപ്പകനും അങ്ങനെ ഉണ്ടാവില്ല. നശിക്കുന്നത് നല്ലതല്ല ശരീരത്തെ സംബന്ധിച്ച്. പക്ഷെ ഓരോ ദിവസവും ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി നശിക്കുന്നത് നല്ലതാണോ? അല്ല. പക്ഷെ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാകുന്നത് ഒരു നിരീക്ഷകനും ഒരു സമർപ്പകനും മാത്രമാണ്. മറ്റവർക്ക് ആർക്കും അത് മനസ്സിലാവില്ല. പക്ഷെ താൻ നശിക്കുന്നില്ല എന്ന ഉത്തമമായ ബോധം ഉള്ളവന് ഭാവി ഉണ്ടാവില്ല, ഭൂതം ഉണ്ടാവില്ല. അതാണ് സമർപ്പണം. അതാണ് സമർപ്പണം. ഭാവിയില്ല അവന്, ഭൂതവും ഇല്ല, അവന് വർത്തമാന കാലമാണുള്ളത്. നാളെ വന്ന് ജീവിച്ചിരിക്കുന്ന അവനൊരു ഉറപ്പുമില്ല. മുമ്പ് കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി. എന്തുകൊണ്ടാണ് വേദനകൾ മാറാത്തത് എന്ന് പറഞ്ഞാൽ അവർ അത് നശിക്കാത്തതാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരതിനെ സമർപ്പിക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു, എല്ലാം ചെക്ക് ചെയ്തു, എന്നിട്ടും ശരീരത്തിൽ വേദന നിലനിൽക്കുന്നുണ്ട്. ഒന്നും കാണുന്നില്ല. സ്കാനിങ് ചെയ്തു, എല്ലാ പരീക്ഷണം ചെയ്തു, എന്നിട്ടും അത് വിട്ടുമാറാത്തത് അവർ ഈ ശരീരം നശിക്കാത്തതാണ് എന്ന് വിചാരിച്ച് അതിനെ സമർപ്പിക്കാൻ തയ്യാറാകുന്നില്ല. തയ്യാറാകുന്നില്ല. അതും വികാരത്തിന്റെ പ്രശ്നത്തിലായിട്ടാണ് അവസാനം കണ്ടു നിൽക്കുന്നത്. ഈ ഈ ഒബ്ജക്റ്റീവായിട്ടുള്ള ഇതും ലാസ്റ്റ് കൊണ്ടുവന്ന് നിൽക്കുന്നത് എങ്ങോട്ടാണ്? ഇത് നശിക്കാത്തതാണ്, എന്റേതാണ്, ഇതെങ്ങനെ ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ തീർന്നു എന്ന് വിചാരിച്ച് സമർപ്പിക്കാതെ നിൽക്കുന്ന വികാരത്തിലേട്ടാണ്. അവിടെയാണ് എല്ലാം അനശ്വരമാണ് എന്ന വിഭ്രമം, ഇല്യൂഷൻ, മായ, എല്ലാം മായ. അത് നിങ്ങളെ വികാരത്തിലേട്ട് ആ വികാരത്തിലേട്ട് കൊണ്ടുവരും. അതിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെടേണ്ടത്. അതിനാണ് അവബോധം, ആത്മജ്ഞാനം നേടിയെടുക്കേണ്ടത്. അതാണ് ഹ്യൂമൻ ടെക്നോളജി. ഇത് മാത്രമാണ് ഹ്യൂമൻ ടെക്നോളജി. ഇത് ഏതെല്ലാം പല രീതിയിലും പറയുന്നുണ്ടാവും, പല രീതിയിലും കൊണ്ടുവരുന്നുണ്ടാവും. ആഫ്റ്റർ ഓൾ എതിലെ വന്നാലും എവിടെ നിന്ന് കിട്ടിയാലും ഇത് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് നടക്കുകയുള്ളൂ. ഇതിങ്ങനെ കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ വലിയൊരു സമൂഹമായി മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഡീപ്പായിട്ട് പഠിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഒത്തിരി സംശയങ്ങളുള്ള
ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ കുത്തി നിറച്ച മനുഷ്യന്മാരാണ് നിങ്ങൾ. അത്തരം ആളുകളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പോണത്. നിങ്ങളെല്ലാവരും ബുദ്ധിയുള്ളവരും ഞാൻ പൊട്ടനായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്നെ പോലെ ലോജിക്കും ബുദ്ധിയും ഒന്നും ഇല്ലാത്തവരായിരുന്നു നിങ്ങളെങ്കിൽ എനിക്കിത് പറയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നില്ല. മനസ്സിലാവണ്ടോ? എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റണയാണോ പ്രകാശ് ബാബു? ഉം. ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ഇത് ഉം, ഇത് ഡ്രോപ്പ് ആയിട്ട് ഇറ്റിച്ചു തരേണ്ടതാണ്. ഒറ്റയടിക്ക് തന്നു കഴിഞ്ഞാൽ ആള് കിളി പോവും. കിളി പോവും എന്ന് പറഞ്ഞിട്ടുണ്ടോ? കിളി. അതിനും കുറ്റം ആർക്കായിരിക്കും? ഈ വഴികാട്ടിക്കായിരിക്കും. ആരെങ്കിലും കിളി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുറ്റം കൂടി ലാസ്റ്റ് വരുന്നത്. കിളി പോയ അവൻ രക്ഷപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ കിളി പോവരുത്. അവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യം. ഇനി അതല്ലെങ്കിൽ ദൈവമാണ് അവബോധം. അത് ശുദ്ധമാണ്. അപ്പൊ ദൈവമാണോ നീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയാണ് ദൈവം. എന്നാ ദൈവം അല്ലേ നീ? അല്ല, നീ അല്ല ദൈവം. അത് സൂര്യനും പ്രകാശവും പോലെ വ്യത്യാസമുണ്ട്. നിങ്ങളെ ദൈവം പ്രതിനിധിയായിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. നിങ്ങൾ ആരൊക്കെ പ്രതിനിധി ആവും എന്നറിയാൻ വേണ്ടി. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരൊക്കെ ആവും.